ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, അൽഹംദുലില്ലാ, ഇന്ന് എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഇന്ന് ജന്മദിനത്തിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സാധാരണ നിലയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ജന്മദിനങ്ങളിൽ ഒരുപാട് ആഘോഷങ്ങളായി, സന്തോഷം പങ്കുവയ്ക്കലായി, കേക്കൊക്കെ മുറിച്ച് ആർഭാടത്തോടു കൂടി സ്വന്തം ജന്മദിനങ്ങൾ കൊണ്ടാടുക എന്നുള്ളൊരു പതിവാണ് ഇവിടെ കണ്ടുവരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു ഭിന്നാഭിപ്രായമൊക്കെ കാണും. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജന്മദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്നുമല്ല. ഒരുപാട് ആഹ്ലാദ തിമിർപ്പോടുകൂടി ആഘോഷമാക്കാൻ പറ്റിയൊരു ദിവസമാണോ സ്വന്തം ജന്മദിനം? ഞാൻ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ജന്മദിനങ്ങൾ കടന്നു പോകേണ്ടത്. ആദ്യമായി അൽഹംദുലില്ലാ, പടച്ചോനെ സ്തുതിക്കുകയാണ്. ഒരു വർഷവും കൂടെ ഈ സുന്ദരമായ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം തന്ന സർവശക്തനായ പടച്ചവന് എല്ലാ സ്തുതികളും. അൽഹംദുലില്ലാ. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളെ വർഷിച്ച് തന്നുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടാതെ ഏറ്റവും ഉത്കൃഷ്ട മനുഷ്യജന്മമായി ഈ ഭൂമിയിൽ ജനിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യഥാർത്ഥത്തിൽ പടച്ചവന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുകയാണ്. മനസ്സുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നന്ദി ഉണ്ടാകേണ്ടത്. എന്നാലും നാവ് കൊണ്ടും പറയണം അൽഹംദുലില്ലാ. അതിനുശേഷം ഞാൻ സാധാരണ എല്ലാ ജന്മദിനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പുതുവസ്ത്രം എടുക്കുകയോ മറ്റ് വലിയ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യാതെ ഒന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, പടച്ചോന് ശുക്ർ ചെയ്യുക. രണ്ടാമത് ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് പടച്ചവനോട് പശ്ചാത്തപിക്കുക. കുറച്ചുകൂടെ നല്ല മനുഷ്യനായി, നല്ല ഗുണങ്ങളുള്ള മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. തെറ്റുകൾ സംഭവിച്ചു പോയി, മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി സ്വന്തമായി ഉടമസ്ഥനായ നാഥനോട് പശ്ചാത്തപിക്കുക. മൂന്നാമത്തെ കാര്യം ആത്മാർത്ഥമായി ദുആ ഇരക്കുക എന്നുള്ളതാണ്. ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നന്മകൾ ചെയ്യാൻ വേണ്ടി ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വളരെ കാലം നന്മകൾ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യനായി കുറേ നന്മകൾ സൃഷ്ടിക്കാൻ വേണ്ടി, നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി അധികകാലം ജീവിക്കുക. അതിനുവേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുക. സാധാരണ ജന്മങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. അമലുകൾ എന്തെങ്കിലും ചെയ്ത് യാസീൻ ഓതിയോ സ്വലാത്ത് ചൊല്ലിയോ ദിക്ർ ചൊല്ലിയോ അല്ലെങ്കിൽ നമസ്കരിച്ചോ കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, ആ ദുആ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പടച്ചവനെ, ദീർഘായുസ്സുള്ള ആരോഗ്യമുള്ള ഒരു ജീവിതം വീണ്ടും നിൻ്റെ ഔദാര്യം കൊണ്ട് നന്മകൾ പ്രവർത്തിച്ച് നീയുമായിട്ട് അടുക്കുന്നതിന് വേണ്ടി
നൽകണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയുള്ള പ്രാർത്ഥന. പിന്നീട് ഞാൻ ചെയ്ത ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ ഹദിയ, ഒരു നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാധുവിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലും. അതെന്താണ് ചെയ്തതെന്നുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല. കാരണം നന്മകൾ പടച്ചവന് വേണ്ടി മാത്രം ചെയ്യാനുള്ളതാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലെ പല കൂട്ടുകാരും, പലരും ഓർമ്മിക്കാറില്ല. ചിലപ്പോൾ എൻ്റെ ജന്മദിനം ഞാൻ തന്നെ ഓർമ്മിക്കാറില്ല. പക്ഷെ പല കൂട്ടുകാരും എന്നെ ഓർത്ത് വിളിക്കുകയും ഫോണിൽ കൂടിയും സ്കൂൾ ഗ്രൂപ്പിൽ കൂടിയൊക്കെ ആശംസകൾ നേരുകയും ചെയ്തു. അതിലെനിക്ക് വളരെ സന്തോഷം ഉണ്ട്. ആ കൂട്ടുകാരുമായിട്ട് വിളിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു. അവരെന്നെ വിളിച്ച് അവരുമായിട്ട് ഏറെ നേരം സംസാരിച്ചു. പഴയ സ്കൂൾ ജീവിതത്തിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവച്ചു. സന്തോഷകരമായ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ, സ്കൂൾ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ പങ്കുവച്ചു, തമാശകൾ പങ്കുവച്ചു, ഫോണിൽ വിളിച്ചു, പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടു. സ്ഥിരമായിട്ട് വിളിക്കാറുള്ള കുറേ കൂട്ടുകാരുണ്ട്. എൻ്റെ അടുത്ത നല്ല കൂട്ടുകാരുണ്ട്. അവർ ചിലരെ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ വിളിച്ചില്ല, പലരും എന്നെയാണ് വിളിച്ചത്. സോറി, ഞാൻ വിളിച്ചത് അപൂർവം ചില ആൾക്കാർ മാത്രം എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടുകാർ പലരും ഞാനുമായിട്ട് സംസാരിച്ചു. സ്കൂൾ ഗ്രൂപ്പിൽ കൂടിയൊക്കെ ആശംസകൾ നേർന്നു. അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷമുണ്ടായ കാര്യമാണ്. പഴയ കൂട്ടുകാരുമൊത്ത് ഉള്ള നല്ല സ്കൂൾ ജീവിതം, ആ കാലഘട്ടമൊക്കെ ഓർമ്മിക്കാനിടയായി. അങ്ങനെ കുറച്ച് നന്മകൾ കൊണ്ട് സന്തോഷമുണ്ടായി. അൽഹംദുലില്ലാഹ്, അങ്ങനെ നല്ല ഒരു ദിവസമായിട്ട് ഈ ദിവസവും പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കടന്നുപോയി. ഇനിയും അല്ലാഹു തആല നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവും ദീർഘായുസ്സും ആരോഗ്യത്തോടു കൂടി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എന്നെ വിളിച്ചവർക്കും വിളിക്കാത്തവർക്കും എല്ലാവർക്കും സമാധാനമുള്ള, സന്തോഷമുള്ള, വളരെ നന്മകൾ നിറഞ്ഞ ജീവിതം മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഉണ്ടാകട്ടെ. വിജയങ്ങളുണ്ടാകട്ടെ, സന്തോഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ആരെങ്കിലും ഇതിനിടയിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആ വിഷമത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു ദിവസം കൂടി അല്ല, ഒരു വർഷം കൂടി അല്ലാഹു തആല എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്, ഇനിയും ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ, നന്മകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം തരട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിട്ടൊരു കാര്യവുമില്ല. നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. മറിച്ച് കുറേ തിന്മകൾ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ പാപഭാരവുമായി പോയി അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി ഒരു പടച്ചുണ്ടാക്കട്ടെ. അപ്പോൾ കൂടുതൽ സംശുദ്ധമായി, കൂടുതൽ നന്മ ചെയ്തുകൊണ്ട്, തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. നന്മകൾ അവശേഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. അതിനുവേണ്ടി അള്ളാഹു ദീർഘായുസ് തരട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്നെ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്മയുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും അള്ളാഹു നിലനിർത്തി തരട്ടെ. എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് പേരുണ്ട്, ജാതി മത ഭേദമന്യേ. എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു തആല സമാധാനം നിലനിർത്തി തരട്ടെ, സന്തോഷം നിലനിർത്തി തരട്ടെ. ജീവിതത്തിൽ വളരെ നല്ല നിമിഷങ്ങൾ നൽകട്ടെ. കുടുംബജീവിതത്തിൽ ഐശ്വര്യവും, കച്ചവടങ്ങളിലും തൊഴിലുകളിലുമൊക്കെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ആമീൻ.
എൻ്റെ വീഡിയോകൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് കാണുക. എല്ലാ വീഡിയോകളും എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത മുഴുവൻ കൂട്ടുകാരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ല നാളുകൾ, നല്ല വർഷങ്ങൾ, നല്ല ദിനരാത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. തൽക്കാലം നിർത്തുകയാണ്. എൻ്റെ മനസ്സിൽ വന്ന, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജന്മദിനങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങളുമായി പങ്കുവെച്ചെന്നേ ഉള്ളൂ. മറ്റ് ആഹ്ലാദ തിമിർപ്പുകളിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഭിന്നാഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അല്ലാതെ വെറുതെ ആഘോഷിച്ച് കളഞ്ഞിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും നന്മകൾ ചെയ്യുക. ഈ ജന്മദിനങ്ങളിൽ നന്മകൾ ആവർത്തിക്കുക എന്നുള്ളതാണ് വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നത്. അതിന് അല്ലാഹു തആല വീണ്ടും വീണ്ടും നല്ല തൗഫീക്ക് നൽകട്ടെ, നല്ല അനുഗ്രഹം നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ, അതുപോലെ തന്നെ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വിളിക്കാൻ വിട്ടുപോയാലും എന്നെ വിളിച്ച് എന്താണ് വിളിക്കാത്തതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വഴക്ക് പറയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു തആല എല്ലാ ഖൈറുകളും എല്ലാ നന്മകളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അവരുമായി പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളുടെ സന്തോഷം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ നന്മകളും നിലനിർത്തി തരട്ടെ, എല്ലാ സന്തോഷങ്ങളും നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.